ലീഗ് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? വിജയിക്കുന്നു, തരൂർ വലിയൊരു ഉടക്കിലേക്ക് പോവുകയാണ്, പിന്നെ BJP-യുടെ ഒരു തന്ത്രപൂർവമായ ഒരു സമീപനത്തിലാണ് തരൂർ ഈ ഭരണസമിതിയിൽ. അല്ല, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ടല്ലാതെ അത്തരം ഒരു കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കും? അതൊരു പിന്നെ ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ മാറ്റർ അല്ലേ. അത് ഡൽഹിയിലൊക്കെ വിളിച്ച് ചോദിക്കട്ടെ എന്താ കാര്യങ്ങൾ എന്നുള്ളത്. ഞാൻ ഈ KMCC-യുടെ മീറ്റിങ്ങിലായിരുന്നു. അതിനെ സംബന്ധിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊന്നും എനിക്കില്ല. അപ്പോൾ ഡൽഹിയിൽ വിളിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് സംബന്ധിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അത് പറയാം. ഈ പിന്നെ മറ്റേ ശ്രീചിത്ര പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞത്. എന്താ പറഞ്ഞത്? കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷയുടെ സാനിറ്റി കളയുന്ന ഒന്നല്ലേ. സർക്കാർ അത് വളരെ വളരെ ഗൗരവത്തിൽ കാണണം. വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ വിളിച്ചിരുന്നു. സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ചെയ്യണം. ചെയ്യാതിരുന്നാൽ കേരളത്തിൽ വാസ്തവത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ അതിൻ്റെ ഒരു നിജസ്ഥിതി അതുപോലെ തന്നെ സാനിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ പോരാ, നടപടി എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ അൻവറിന്റെ വിഷയത്തിൽ അൻവർ മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് UDF കൺവീനർ പറയുന്നത്. അപ്പം ലീഗിന്റെ അഭിപ്രായം എന്താണ്? അതൊന്നും ആലോചിച്ചിട്ട് പറയാം, ചർച്ച ചെയ്തിട്ട് പറയാം. അല്ല ചർച്ച ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞല്ലോ. അത് തങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ. അല്ല, തങ്ങളിപ്പോൾ നിങ്ങളോട് പ്രതികരിച്ചല്ലോ, അതിലപ്പുറം വേറൊന്നും പറയാനില്ല. അത് തന്നെയാണ് ലീഗിൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് പാർട്ടി. അത് വെറുതെ ആയിരുന്നു എന്നുള്ളതിപ്പോൾ ലോകത്തിന് മനസ്സിലായിട്ടുണ്ട്. കാരണം മാത്രമല്ല, പറഞ്ഞവർക്ക് തന്നെ അതൊരു അക്കിടി പറ്റിപ്പോയി എന്ന നിലയിൽ അവർ പിൻവലിക്കുകയും ചെയ്തു. പൊതുവിൽ അത് വിലയിരുത്തപ്പെട്ടത് പിന്നെ കാര്യം തന്നെ വിലയിരുത്തപ്പെട്ടത് ഇതുവരെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കാർഡ് കളിക്കുന്നുണ്ട്, അതിലൊരു കാർഡാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെട്ടത്. കാഫറും അതുപോലെ തന്നെ പാലക്കാട്ടെ സപ്ലിമെൻറ്റും ഒക്കെ ഇല്ലേ, അതിൽപ്പെട്ട ഒന്നാണെന്നാണ് പറയുന്നത്. പലതും പാളി പോകുന്നു. അത് അവരെ ചിന്തിക്കട്ടെ. ഇങ്ങനെയൊരു പരാമർശങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് അത് അപകടകരമായിട്ടില്ല. അത് കേരളത്തിൽ കമ്മ്യൂണൽ കാർഡ് ആര് കളിച്ചാലും പാളി പോവുകയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജനം തള്ളിക്കളയും. അതാണല്ലോ പിന്നെ BJP അത്തരം പിന്നെ സാമുദായിക ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽപ്പെട്ട കാർഡുകൾ കേരളത്തിൽ കളിച്ച് യാതൊരു റിസൾട്ടും ഇല്ലാതെ ഇരിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ അതേ തുരുമ്പിച്ച ആയുധം ഇപ്പോൾ ഇടതുപക്ഷത്തെ പോലുള്ള CPM-നെ പോലുള്ള ഒരു പാർട്ടി എടുത്താൽ അവർക്കും അനുഭവം ഉണ്ടാവും. ഇത് കേരളമാണ്. കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിവൈഡ് ഉണ്ടാക്കുന്നതിനും എതിരായിട്ടുള്ള ഒരു വികാരമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ വയനാട് അവിടെ എല്ലാ ഒരു കുടിയേറ്റ മേഖല എന്നുള്ള നിലക്ക് സത്യത്തിൽ വയനാട്ടിൽ എല്ലാ വിഭാഗം ജനങ്ങളുമുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിലുള്ളവരുണ്ട്, വിവിധ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എത്രയാണ്? അപ്പോൾ അത് എല്ലാത്തിനും അതീതമായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലേ പാലക്കാടും. രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയ വോട്ട് കണ്ടില്ല. കമ്മ്യൂണൽ കാർഡ് ഇപ്പോൾ സപ്ലിമെൻ്റ് ഇറക്കലും അതും ഇതുമൊക്കെ ആയിട്ട് ഇടതുപക്ഷം എന്തെല്ലാം ട്രൈ ചെയ്ത് നോക്കി. വാസ്തവത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. 2 പത്രങ്ങൾക്ക് പ്രത്യേകമായ പരസ്യം കൊടുക്കുന്നു, ഒരു കമ്മ്യൂണൽ കാർഡ്, അത് പിന്നെ മറുപടി പറയാൻ സമയമില്ല, ആ സമയത്ത് കൊണ്ടുവന്ന് കളിക്കുന്നു. യാതൊരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ ഇതിൻ്റെ ഈ പ്രത്യേക നെക്സ്റ്റല്ലേ
നെക്സ്റ്റ് ആ മെസ്സവിൻ്റെ കാര്യത്തിലും ഉണ്ടായ, ഞാൻ മെസ്സവിൻ്റെ ഒരു പരിപാടിയിൽ ഒരിക്കൽ പോയതാണ് എക്സർസൈസ് ചെയ്യാൻ വേണ്ടി. സാധാരണ വീട്ടിൽ ചെയ്യുന്ന യോഗ അന്ന് അവരെ കൂടെ പോയി ചെയ്തു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാനതിലൊന്നും കണ്ടില്ല. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ കാർഡ് കളിക്കാൻ ഉപയോഗിച്ചാൽ കേരളം തള്ളുള്ളൂ. ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിഷയങ്ങൾ മാത്രം കത്തിക്കുന്നത്? അല്ല, അത് അവർക്ക് പിന്നെ ഭരണത്തിൻ്റെ പെർഫോമൻസ് പറയാനില്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ്. അപ്പോൾ സർക്കാരിൻ്റെ കാര്യങ്ങൾ നേരാവണ്ണം പറയാൻ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് അവസാനത്തെ അടവ് എടുത്തു നോക്കുന്നത്. അല്ല, അതിൽ ഞാൻ പോയി എക്സസൈസ് ചെയ്ത് പോകുന്നു, വേറൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് എക്സസൈസ് വളരെ നല്ലതാണ്, ഈ കാര്യത്തിൽ സംശയമില്ല. ഞാനിപ്പോൾ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോകുന്നത് ഈ 20 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന നല്ലൊരു എക്സസൈസും യോഗ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. യോഗ ഒരു വിഭാഗത്തിൻ്റെ അല്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് പിന്നെ ഇത് വേണമെങ്കിൽ ഒരു പഠനത്തിന് വിധേയമാക്കാം, യോഗയെക്കുറിച്ച് അറിയാവുന്നവർക്ക്. കാരണം ഇത് നല്ലത് തന്നെ അല്ലേ എന്നുള്ളത്. അല്ല, തങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് പറഞ്ഞല്ലോ. അതിന് റിസൾട്ട് ഉണ്ടാവും. അതിനിടെയാണ് 4 മുഷാവറാംഗങ്ങൾ ഇങ്ങനെ. അല്ല, അതൊക്കെ പിന്നെ അറിയാലോ, പലതും ഉണ്ടാവും. എന്നാലും അവസാനം തങ്ങൾ പറഞ്ഞ പോലെയുള്ള ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം.